രാവിലെ ഓണായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഡ്ഡലിയും സാമ്പാറും മാത്രം പോരാ, വടയും പഴംപൊരിയും വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ള സംഭവമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേപ്പറൊക്കെ മാറ്റി നല്ല എടുക്കുമ്പോൾ ഒരു ഭംഗിയുള്ളൂ. എന്ത് ഡിസൈനാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വട്ടം വരച്ചതേ ഉള്ളല്ലേ? ഓക്കെ, സെന്റർ പീസ്. അപ്പൊ നമ്മുടെ സദ്യവട്ടങ്ങൾക്കായി ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ തിരക്കൂട്ടി പണിക്ക് ചേച്ചി എല്ലാം ഷടപടേന്നായിക്കോട്ടെ. ഷടപടേന്ന് ചെയ്യണമെങ്കിൽ വന്ന് പണിയെടുക്കണം എന്നാണ് ചേച്ചിയുടെ ചിരിയിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അത്തപ്പൂ എന്തായെന്ന് നോക്കാം. ഇപ്പോഴും തൂത്തോണ്ടിരിക്കണതേ ഉള്ളോ? സർക്കിൾ മാറ്റി. ഓക്കെ, എന്തറിയ അത്തപ്പൂ ഇടണില്ലേ? പിന്നെന്താ അവിടെ ഇങ്ങനെ ഇരിക്കണ? നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മാത്രം വരും, പണിയെടുക്കുന്നതെല്ലാം വേറെ ആളുകൾ. വേറെ ഒരു പൂവും ഈ പൂവിനെ വെല്ലാനില്ല എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നു പുതിയ വലിയ പൂ. ഇവിടെ അമ്മയാണ് ഹീറോ. ടാൻ ടാൻ ടടേ. ഏത് ഏത് പൂ? അത് കൊള്ളാം. ഈ അത്തപ്പൂ ഇടുന്ന എങ്ങനെ സി പി പഠിച്ചത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ? പണ്ടുതൊട്ടേ പഠിച്ച? ഇതെന്നോ നടുക്ക് അയ്യേ ഒരുമാതിരി ഇരിക്കുന്നു. ഓ, അത് സ്വന്തമായിട്ട് നത്ത് വളർത്തിയ ആമ്പലിന്റെ അഹങ്കാരമാണ് കേട്ടോ. അരളിപ്പൂ വരണം. വൈറ്റ് അരളി. ഓക്കെ, പടകളെല്ലാം കൂടെ അമ്മമ്മയുടെ കൂടെ പോയാണ്. ഏത് പൂ അടുത്തത് പറിക്കാൻ പറഞ്ഞു. അമ്മ കൂടെ നടക്കണം, അല്ലെങ്കിൽ എല്ലാ ചെടിയും പറിച്ച് കളയുന്ന ഒരു പേടിയുണ്ട് കേട്ടോ. സാറെന്ത് പറഞ്ഞു? അപ്പുറത്തെ വീട്ടിലുള്ളവർ ഫ്രീ ആയിട്ടൊരു ബാഗ് കൊടുത്തു, അതുകൊണ്ട് ഹാപ്പി ആയിട്ട് വരാണ്. ഏത് പൂവാണ് കിട്ടിയത് ഫ്രീ ആയിട്ട്? ഇത്തവണത്തെ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഡിഫറൻസ് മനസ്സിലായി. US-ലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഓണവും നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഓണം. അവിടെ ആയിരുന്നപ്പോൾ ഒരു 4-5 വീടുകളിലെങ്കിലും ഓണം സദ്യ കഴിക്കാൻ പോകും. പിന്നെ പല പല മലയാളി അസോസിയേഷൻസിൻ്റെ ഓണം. അപ്പം നമുക്കാർക്കും അവിടെ ആയിരുന്നപ്പോൾ നാടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെന്ന് വിചാരിച്ച്. ഇപ്പം ഇവിടെ ആയിരുന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവിടെയാണ് ശരിക്കും ഓണാഘോഷമുള്ളത്. ഇവിടെ ഒരു ഓണാഘോഷവും ഇല്ല. ഇപ്പം കണ്ടാൽ നമ്മളാകെ 5-6 പേര് ഒരു വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് പണ്ടൊക്കെ നമ്മൾ ചെറുതായിരുന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു 10-20 പേര് വീട്ടിൽ കാണും, ഭയങ്കര ബഹളവും. ഇപ്പം നമ്മുടെ പിള്ളേർക്കൊന്നും ശരിക്കുള്ള ഓണം എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. അതിനുവേണ്ടിയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ഇഫക്റ്റ്, ഓണം ഫീൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. അപ്പം US-ലായിരുന്നപ്പോഴത്തേക്കും നമുക്ക് പക്ഷേ ഓണം ദിവസം ഓഫീസിൽ പോകേണ്ടി വരികയാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഇത്തവണ എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് പലർക്കും ആ ഒരു വിഷമം ഉണ്ടായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര നൊസ്റ്റാൾജിയയും കരച്ചിലും വിഷമവും ഒക്കെയാണ്. ഓണത്തിനും വിഷുവിനും ഒക്കെ ഓഫീസിൽ പോകണത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഞാൻ ഇപ്പോഴത്തെ ഈ അവസ്ഥയെയും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ, അതുതന്നെ വളരെ ഒരു ഭാഗ്യം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാലിടാൻ പോലും വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം സ്ഥലമില്ല, മരവില്ല, എല്ലാം വെട്ടിക്കളഞ്ഞ് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ പിള്ളേർക്ക് ഓണത്തിന് ഊഞ്ഞാലാടണമെന്ന് പോലും അറിഞ്ഞൂടാ. മഹാബലി വന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. മഹാബലി വന്നിട്ട് പോയാന്നൊക്കെ റിയ ചോദിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഞാൻ പറഞ്ഞു യെസ്, വന്നിട്ട് ജസ്റ്റ് വന്ന് എത്തി നോക്കിയിട്ട് പോയി. അപ്പം നീ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. പിള്ളേർക്ക് ഓണത്തെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ല. അത് എന്താ പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുക. സ്കൂളിലും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓണത്തിനിരിക്കും. പണ്ടൊക്കെ TV-യിൽ പല ഓണത്തിൻ്റെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്, അതും ഇപ്പം ഇല്ല. എവിടെ നിന്ന് പഠിക്കാനാണ്? എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഉള്ള ഫ്യൂച്ചർ ഓണമൊക്കെ എന്തായി മാറും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ നമ്മളിവിടെ സിറ്റി വഴി പോകുമ്പോഴത്തേക്കും വലിയ വലിയ ബോർഡൊക്കെ വെച്ചിരിക്കുന്ന പിസ്സ ഹട്ട് KFC, സെലിബ്രേറ്റ് ഓണം വിത്ത് പിസ്സ ഹട്ട് KFC. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എന്ത് ഓണമായിരിക്കും. ഫുള്ള് മറ്റേ ഓണസദ്യയുടെ കോലത്തിൽ കുറേ ചിക്കൻ പീസും കുറേ ഫ്രഞ്ച് ഫ്രൈസും. ഇനിയിപ്പം നമ്മുടെ പിള്ളേരുടെയൊക്കെ ഉള്ള സമയത്തുള്ള ഓണം മിക്കവാറും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് തന്നെ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു, പണ്ടൊക്കെ നമ്മളിങ്ങനെ കുറേ ദൂരം നടന്ന് പൂവൊക്കെ പറിച്ചു കൊണ്ട് വന്ന്, അതൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് പോകുന്നതൊക്കെ
അവർക്കൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഓണം എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് മെമ്മറീസാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിലുള്ള ഹാപ്പി മെമ്മറീസ് മേ ബി ചൈൽഡ്ഹുഡ് മെമ്മറീസ് മേ ബി ആ ഓണം സമയം തന്നെയായിരിക്കും. കാരണം ആ ഒരു സമയത്തുണ്ടായിരുന്ന മെമ്മറീസ് വേറെ ഒരിടത്തും ഒരിക്കലും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ കസിൻസിൻ്റെ കൂടെയുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് എവർ നമ്മൾ ചെറിഷ് ചെയ്യുന്ന ആ ഒരു മെമ്മറിയാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. എനിക്കതിൻ്റെ ഭാഗ്യമുണ്ടായി. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും എന്നാൽ പിന്നെ ഈ പിള്ളേരെയും കൂടെ അങ്ങനെ കസിൻസ് കൂടെ കൊണ്ട് ആഘോഷിച്ചു കൂടെ? എവിടെ ഇരിക്കുന്ന കസിൻസ്? എൻ്റെ അനിയനാണെങ്കിൽ US-ലാണ്, പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സ് 2 പേരും പുറത്താണ്, നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പം എന്താണ് ഓണം? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലേക്ക് ഓണത്തിന് വേണ്ടി ഇങ്ങനെ പുറത്തൊക്കെ US തിരിച്ചു പോയിരുന്നു. പക്ഷേ പണിയെടുക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഇവിടെ തന്നെ സമാധാനം സൗകര്യം എന്ന് തീരുമാനിക്കും. അപ്പോൾ എല്ലാവരും സദ്യ ഉണ്ണാൻ വേണ്ടി പതുക്കെ ഇരുന്നൊക്കെ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓരോന്നായിട്ട് പറക്കി ഗ്ലാസ്സൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. വിശപ്പ് സഹിക്കാൻ വയ്യാതെ സീപ്പിത കഴിച്ചു തുടങ്ങുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ബട്ട് അതാണ് ഫാക്റ്റ്. നിങ്ങൾ കേൾക്കുന്നവർ എഗ്രി ചെയ്യുന്നില്ലേ? NRIs ആണ് ഓണം എപ്പോഴും കേരളത്തിലുള്ള ആൾക്കാരെക്കാട്ടിലും നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു വലിയ ഗ്യാതറിങ് തന്നെ കാണുമായിരിക്കും. അവിടെ ഡാൻസും പാട്ടും എല്ലാം ഭയങ്കര അടിപൊളി. ഇപ്പോൾ സദ്യ തന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പോട്ട്ലക്കോ അങ്ങനെയൊക്കെ ചേർന്നുണ്ടാക്കും. അപ്പോൾ ആ ശരിക്കുള്ള ആ ഫീല് കിട്ടും. പിന്നെ മഹാബലിനെ കൊണ്ട് നിർത്തും ഈ പരിപാടിയൊക്കെ. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെസ്പായിപ്പോയി. എൻ്റെ അമ്മ ഇത് എന്തൊരു ഓണം സത്യമായിട്ടും ഒന്നും ഓണത്തിൻ്റെ ഒരു ഫീല് പോലും ഇല്ല ഇത്തവണ. പിന്നെ വയനാടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് സിറ്റിയിലും ഒക്കെ അത് നമ്മൾ അവരുടെ എന്താണ് ആ ദാരുണമായ അവസ്ഥയിൽ നമ്മൾ അത്ര ആഘോഷിക്കാൻ പാടില്ല, സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ അല്ലെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ഫുള്ള് ലൈറ്റ്സും ആകെ ബഹളമാണ്, ഭയങ്കര തിരക്കാണ്. ഇത്തവണ അതില്ല. പിന്നെ ഈ ഫ്ലോട്ട് ജാഥയൊക്കെ കാണും. ഭയങ്കര ജാഥയെല്ലാം എന്തോന്ന് ഓരോരോ എന്താക്കിയ വണ്ടിയിലൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഒരു വേഷമൊക്കെ കെട്ടിയൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെയാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഓണം സ്പെഷ്യാലിറ്റീസ്. കഫം എൻ്റെ തൊണ്ട വേദനയാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇനി എനിക്ക് തോന്നുന്നു അടുത്ത വർഷമെങ്കിലും കുറച്ചെങ്കിലും ഒരു ഓണം സ്പിരിറ്റ് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്തപ്പൂ ഇടാൻ പറ്റും. ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. പണ്ടൊക്കെ നമ്മളെ നാട്ടുകാരും കൂടെ വിചാരിക്കുമായിരുന്നു. പുലിക്കളി മറ്റേ പല ക്ലബ്ബുകളിൽ ഓണപ്പൂ. ഇത്തവണ അത്തപ്പൂ ഒരു സ്ഥലത്ത് പോലും കണ്ടില്ല. ഒരു അത്തപ്പൂ ഇല്ല. വയനാട് ഇഷ്യൂ കാരണമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം കഴിഞ്ഞ വർഷവും കണ്ടില്ല. വയനാട് ഇഷ്യൂ കാരണം അല്ല, ആൾക്കാർക്കൊന്നും സമയമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു സോഷ്യൽ ലൈഫ് ഇല്ല, കൂട്ടായ്മകളില്ല. അപ്പോൾ പിന്നെ ഇനി എനിക്ക് അറിഞ്ഞൂടാ ഇനി ഗോയിങ് ഫോർവേഡ് നമ്മുടെ നാട്ടിൽ എന്തായി മാറുമെന്ന്. കാരണം ഇവിടെ എല്ലാ ആൾക്കാരും ഫാമിലിയായിട്ട് ബിസിയാണ്. നമ്മൾ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്. മറ്റേ ഫാമിലി ഉള്ളപ്പോഴത്തേക്കും പിന്നെ അച്ഛൻ അമ്മ അവരുടെ കൂടെയൊക്കെ നമ്മൾ ബിസിയാണ്. അപ്പോൾ നമുക്ക് വേറെ ഉള്ളവർക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ ടൈമില്ല, ഫ്രണ്ട്സിന് വേണ്ടി. ഫ്രണ്ട്സും വരുമ്പോഴത്തേക്കല്ലേ കുറച്ചും കൂടെ ആ ഒരു സെലിബ്രേഷൻ മോഡാവുള്ളൂ. ഫാമിലി ആണെങ്കിലും ഉണ്ട്, അത്രയ്ക്ക് ആൾക്കാരുണ്ടെങ്കിൽ. ആകെ വയസ്സായ 2 പേര് ചിലപ്പോൾ വീട്ടിൽ കാണും, അവരുടെ മക്കളെല്ലാം പുറത്തായിരിക്കും. അപ്പോൾ ഈ വയസ്സായ ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് വെളിയിൽ നിന്ന് അവർക്ക് വേണ്ടി മാത്രം ഇത്രയും സദ്യ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വയ്ക്കും. പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ 5-6 പേര് ചേർന്ന് എത്രത്തോളം ബഹളം ഉണ്ടാക്കാനാണ്. എനിക്ക് നമ്മളെ ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ചാണ് പറയുക. അവർക്ക് ആ എസെൻസും സ്പിരിറ്റും ഒക്കെ മിസ്സായി പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ നാട് എന്തായി മാറുമ്പോൾ മിക്കവാറും ഹാലോവീനും അതൊക്കെ ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് അതൊക്കെ ആയിരിക്കും ഭയങ്കര മറ്റേ പ്രേതത്തിൻ്റെ വേഷം ഇട്ട് നടക്കലൊക്കെ ആയിരിക്കും ഇവർക്ക് ഭയങ്കര ആഘോഷം വരാൻ പോണേന് നമ്മുടെ നാട്ടിൽ.